അവസാനമായൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇലക്ഷൻ പടിവാതിൽക്കലെത്തി. ഈ 1-2 മാസം കൊണ്ട് സജീവമായി കേരളം ഇലക്ഷൻ ചൂടിലേക്ക് പോവുകയാണ്. ഈ മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ കോളേജ് എയ്ഡഡാക്കി കോളേജ് തന്ന് വോട്ട് വാങ്ങാനാണോ? അതിൽ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, നമ്മുടെ പ്രസ്ഥാനം ആനുകൂല്യങ്ങൾ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നവരല്ല. വോട്ട് കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെന്തെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വോട്ട് ചെയ്യും. അപ്പോൾ ഒരിക്കലും എന്തെങ്കിലും ആനുകൂല്യം തന്നുകൊണ്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല സമസ്ത എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇന്നലെ പെട്ടെന്നുണ്ടായ ഒരു പ്രോസസ്സല്ല. 5 വർഷമായിട്ട് ഇതിനുവേണ്ടി അപേക്ഷ കൊടുത്തും തിരുത്തിയും പല ഘട്ടങ്ങളും കടന്ന് ഗവൺമെൻറ്റിൽ സാധാരണ പ്രൊസീജിയറിലുള്ള എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് അവസാന സമയത്താണ് ഇത് കിട്ടിയത് എന്നുള്ളതാണ്. നടക്കാൻ പോകുന്ന ഇലക്ഷനായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഇലക്ഷന് നമുക്ക് നാളിതുവരെയുള്ള പാരമ്പര്യം അറിയാമല്ലോ. അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു രീതി നമുക്കില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാധീനിക്കാൻ വേണ്ടി ഗവൺമെൻറ് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതുമില്ല.